ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഇംപ്ലിക്കേഷൻസ് ഓഫ് അസിമെട്രിക് ഇൻഫർമേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അസിമെട്രിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബയ്യറിനും സെല്ലറിനും ഈക്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തൊരവസ്ഥ. ഫോർ എക്സാമ്പിൾ, ഒരു യൂസ്ഡ് കാർ ഒരാൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യൂസ്ഡ് കാറിൻ്റെ പോരായ്മകൾ, എന്തൊക്കെ ഫോൾട്ട് ഉണ്ട്, എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് അതിൻ്റെ ഓണർക്ക് മാത്രമേ നിലവിൽ അറിയുകയുള്ളൂ. വാങ്ങാൻ വരുന്ന ആൾക്ക് അറിയില്ല. അപ്പോൾ അവിടെ ഒരു അസിമെട്രിക് ഇൻഫർമേഷൻ വരികയാണ്. അതായത് വിൽക്കുന്ന ആൾക്ക് കൂടുതൽ ഇൻഫർമേഷനും വാങ്ങുന്ന ആൾക്ക് കുറച്ച് ഇൻഫർമേഷനുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നു, ഹോൾ എക്കണോമിയെ എങ്ങനെ ബാധിക്കുന്നു, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷനിൽ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോണത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഇംപ്ലിക്കേഷൻസ് ഓഫ് അസിമെട്രിക് ഇൻഫർമേഷൻ. നമുക്ക് ആദ്യം അസിമെട്രിക് ഇൻഫർമേഷന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് അസിമെട്രിക് ഇൻഫർമേഷൻ ഒക്കേഴ്സ് വെൻ വൺ പാർട്ടി ഇൻ എ ട്രാൻസാക്ഷൻ ഹാസ് മോർ ഓർ ബെറ്റർ ഇൻഫർമേഷൻ ദാൻ ദ അതർ പാർട്ടി. ഒരു പാർട്ടിക്ക്, അതായത് ഒരു പാർട്ടിക്ക് കൂടുതൽ ഇൻഫർമേഷനും മറ്റൊരു പാർട്ടിക്ക് കുറച്ച് ഇൻഫർമേഷനും ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴത്തേക്ക്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും. ഒരു ബോറോവർ, അതായത് കടം വാങ്ങുന്ന ആൾക്കറിയാം അയാൾക്ക് തിരിച്ചടയ്ക്കാനുള്ള പ്രാപ്തി അതുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, കൊടുക്കുന്ന ആൾക്ക് അറിയില്ല. അതാണ് പറഞ്ഞാൽ ഈ ബോറോവർ നോസ് മോർ അബൌട്ട് their ability to repay than the lender. ലെൻഡറിനെക്കാട്ടിലും കൂടുതൽ തിരിച്ചടയ്ക്കാൻ പറ്റോ ഇല്ല എന്നുള്ള കപ്പാസിറ്റി അത് ബോറോ ചെയ്യുന്ന ആൾക്കാണ് അറിയാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അസിമെട്രിക് ഇൻഫർമേഷൻ ആണ്. അതായത് ബോറോവർക്കും ലെൻഡർക്കും ഈക്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. ഈ ഒരു കേസിനെയാണ് ഇതെന്ന് പറയുന്നത് അസിമെട്രിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് സ്ട്രോങ്ലി ഡെവലപ്ഡ് ബൈ എക്കണോമിക്സ് ലൈക്ക് ജോർജ് അക്കറോൾഫ്, അതായത് മാർക്കറ്റ് ഫോർ ലെമൺസ് ആണ് ഇതിനറിയപ്പെടുന്നത് കേട്ടോ. ഇദ്ദേഹവും പിന്നെ മൈക്കിൾ സ്പെൻസ് ഇതിനെ സിഗ്നലിംഗ് എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. അടുത്തത് ജോസഫ് സ്റ്റിഗ്ലിസ് ഇതിനെ സ്ക്രീനിങ് എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ എക്കണോമിക്സുകളൊക്കെയാണ് ഈ കോൺസെപ്റ്റ് സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇംപ്ലിക്കേഷൻസ് ഓഫ് അസിമെട്രിക് ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് അഡ്വേഴ്സ് സെലക്ഷൻ. ഓക്കെ, അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു സെലക്ഷൻ, അതായത് രണ്ടുപേർക്കും അൺഈക്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലേ, അത് ബിഫോർ കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഒക്കേഴ്സ് ബിഫോർ എ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുമ്പ്. നേരത്തെ പറഞ്ഞ പോലെ ബോറോവറിന്റെ ലെൻഡറിന്റെയും കാര്യം പറഞ്ഞത് എടുത്താൽ മതി. അത് ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് ആർ മോർ ലൈക്ലി ടു പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, അത് ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യത ഈ അഡ്വേഴ്സ് സെലക്ഷനിൽ. ഓക്കെ, അവർക്ക് അറിയില്ല. അത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കാർ മേടിക്കുക, സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ കാറിന്റെ കംപ്ലൈൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ആ ഓണർക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഹൈ റിസ്ക് ആണ് അവിടെ. അടുത്തത് ലോ ക്വാളിറ്റി ഗുഡ്സ് ഓർ റിസ്കി ബോറോവേഴ്സ് ഡോമിനേറ്റ് ദ മാർക്കറ്റ്. ഓക്കെ, അപ്പം ഈ അഡ്വേഴ്സ് സെലക്ഷനിൽ ലോ ക്വാളിറ്റി ഗുഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ റിസ്കി ആയിട്ടുള്ള ബോറോവേഴ്സ് ആണ് കൂടുതൽ ഈ മാർക്കറ്റിൽ ഉണ്ടാവുക. ഇതിന്റെ കേസിൽ, അഡ്വേഴ്സ് സെലക്ഷന്റെ കേസിൽ അപ്പം മോശമായ സെലക്ഷൻ അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പം ഇത് അസിമെട്രിക് ഇൻഫർമേഷന്റെ ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ ദ യൂസ്ഡ് കാർ മാർക്കറ്റ്, അതായത് അക്കർലോഫ്സ് ലെമൺസ് എന്നാണ് ഈ യൂസ്ഡ് കാർ മാർക്കറ്റിന് അവർ ടെക്നിക്കലി പറയുന്നത്. ഓക്കെ, ബയേഴ്സ് കനോട്ട് ഡിസ്റ്റിംഗ്വിഷ് ഗുഡ് കാർസ് ഫ്രം ബാഡ് വൺ. നേരത്തെ പറഞ്ഞ പോലെ നല്ല കാർ ഏതാണ് ചീത്ത കാർ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ദേ ഓഫർ ലോവർ പ്രൈസസ്. ഓക്കെ, ചിലപ്പോൾ അവർ ലോവർ പ്രൈസ് ഓഫർ ചെയ്തേക്കാം. ഗുഡ് കാർസ് ലീവ് ദ മാർക്കറ്റ്. നല്ല കാറുകൾ നല്ല മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോഴാണ് അവിടെ മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാകുന്നത്, അസിമെട്രിക് ഇൻഫർമേഷൻ ഉള്ളത് മൂലം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇംപ്ലിക്കേഷൻ ഇതാണ്: മാർക്കറ്റ് മേ ഷ്രിങ്ക് ഓർ കംപ്ലീറ്റ്ലി കൊളാപ്സ്. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് മാർക്കറ്റ് ചുരുങ്ങുകയോ അല്ലെങ്കിൽ അധികം സെയിൽ നടക്കാതെ വരികയോ മൊത്തത്തിൽ തകർന്നു പോവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തും. അടുത്ത ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോറൽ ഹസാർഡ് ആണ്. അതായത് ആഫ്റ്റർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഈ മോറൽ ഹസാർഡ് നടക്കുന്നത്. ഓക്കെ, അതായത് ഒക്കേഴ്സ് ആഫ്റ്റർ എ കോൺട്രാക്ട് ഈസ് സൈൻഡ്. ഇവിടെ സംഭവിക്കുന്നത് വൺ പാർട്ടി ടേക്സ് മോർ റിസ്ക് ബിക്കോസ് ദേ ഡു നോട്ട് ബിയർ ദ ഫുൾ കോൺസിക്വൻസസ്. അതായത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം ഒരു മോശമായിട്ടുള്ള ഒരു കാറ് മേടിച്ചെന്ന് വെച്ചോളൂ. അപ്പോൾ ഒരു പാർട്ടിക്ക് അറിയാതെയാണ് അതെന്ന് മേടിച്ചത്. അപ്പോൾ ഫുൾ റിസ്ക് ഒരു പാർട്ടി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനാണിത്. ഉദാഹരണത്തിന്, ഇൻഷുർഡ് ഇൻഡിവിജ്വൽസ് മേ ആക്ട് കെയർലെസ്ലി. അവർ ഓൾറെഡി ഇൻഷുർഡ് ആണല്ലോ, ഇൻഷുറൻസ് തുക കിട്ടുമല്ലോ. അപ്പോൾ അവർ കെയർലെസ് ആയിട്ട്, ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും, അപകടം സംഭവിച്ചു കഴിഞ്ഞാലും ഇൻഷുറൻസ് തുക കിട്ടും എന്നുള്ളതുകൊണ്ട് അവർ കെയർലെസ് ആയിട്ട് അവർ ബിഹേവ് ചെയ്യും. ഓക്കെ, അടുത്തത് ബാങ്ക്സ് മേ ടേക്ക് എക്സസീവ് റിസ്ക് ഇഫ് ദേ എക്സ്പെക്ട് ഗവൺമെന്റ് ബെയിൽ ഔട്ട്. ഗവൺമെന്റ് ഒരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകൾ കൂടുതൽ ഇത് റിസ്ക് എടുക്കാൻ തയ്യാറാവും. ബൾക്കായിട്ടുള്ള ലോൺ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ ഏർപ്പെടുകയോ ചെയ്യും ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ ഈ മോറൽ ഹസാർഡിന് എക്സാമ്പിൾസ് ആണ്.
ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഎഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. റിസോഴ്സസ് എന്താണ് ഇൻഎഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന പോലെ അവസ്ഥ ഉണ്ടാവും. അടുത്തത് ഹയർ മോണിറ്ററിംഗ് ആൻഡ് എൻഫോഴ്സ്മെന്റ് കോസ്റ്റ്, അതായത് മോണിറ്ററിംഗ് കോസ്റ്റ്, അതായത് കറക്റ്റ് ആയിട്ട് പിന്നെ ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് അത് ഓരോ പാർട്ടുകളായിട്ട് ചെക്ക് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ അത് ചില എക്സ്പേർട്ട് മെക്കാനിക്സ് ഉണ്ടാവും, എന്നാലും അവർക്ക് പേ ചെയ്യണ്ടേ അപ്പം കാർ ചെക്ക് ചെയ്യുന്നതിന്. ഓക്കെ, അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള കോസ്റ്റ് ഉണ്ടാവുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് കോസ്റ്റ്, ഇതൊക്കെ ഉണ്ടാവുന്നതാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് റേഷനിങ് ആണ്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സ്റ്റിഗ്ലിസ് ആൻഡ് വെയ്സ് എന്ന എക്കണോമിക്സുകളാണ്. ഇപ്പൊ ഇതിൽ പറയുന്നതാണ് ഈവൻ ഇഫ് ബോറോവേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യാം. ഓക്കെ, അപ്പോഴത്തേക്ക് ബാങ്കിന് അത് ലാഭമല്ലേ, എന്നാൽ പോലും ബാങ്ക് അത് വായ്പ കൊടുക്കാൻ തയ്യാറാവില്ല. ഓക്കെ, എന്താണ് കാര്യം, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് അട്രാക്ട് റിസ്കിയർ ബോറോവേഴ്സ്, അതായത് തിരിച്ചടയ്ക്കാത്ത ഉടായ്പ കാണിക്കുന്ന ബോറോവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ദിസ് ഇൻക്രീസസ് ഡിഫോൾട്ട് പ്രോബബിലിറ്റി, അതായത് ഡിഫോൾട്ട് വരാനുള്ള തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സം ക്രെഡിറ്റ് വർത്തി ബോറോവേഴ്സ് ഡു നോട്ട് ഗെറ്റ് ലോൺസ്, അതായത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ പ്രശ്നം ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള ബോറോവേഴ്സ് ഉണ്ടല്ലോ, അതായത് നല്ല തിരിച്ചടവ് നടത്താൻ സാധ്യതയുള്ള ബോറോവേഴ്സിന് എന്ത് കിട്ടത്തില്ല, ലോൺ കിട്ടാതെ വരും. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് മേ സ്ലോ, അപ്പോഴത്തേക്ക് അങ്ങനെ തിരിച്ചടയ്ക്കാൻ തയ്യാറായവർക്ക് ലോൺ കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവിടെ എക്കണോമിയിൽ ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഈ പൈസ എടുത്തുകൊണ്ടേ ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്താൻ, അപ്പൊ എക്കണോമിക് ഗ്രോത്ത് സ്ലോ ആവും ഈ ഒരു കാരണം കൊണ്ട്. അടുത്തെന്ന് പറയുന്നത് മാർക്കറ്റ് ഫെയിലിയർ ആണ്. ഓക്കെ, വെൻ ഇൻഫർമേഷൻ അസിമെട്രി ഈസ് സിവിയർ, അതായത് ഒരുപാട് സിവിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അസിമെട്രി വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. പ്രൈസസ് ഡു നോട്ട് റിഫ്ലക്ട് ട്രൂ ക്വാളിറ്റി. ഓക്കെ, വില എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ വില അതിന്റെ യഥാർത്ഥ ക്വാളിറ്റി റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. ഓക്കെ, അതായത് എത്ര വിലയ്ക്ക് ഇപ്പം ചീപ്പ് സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഹയസ്റ്റ് ഒരുപാട് വില കൂട്ടി വിൽക്കാം. ഓക്കെ, അങ്ങനെ ഒരു അസിമെട്രി വരും. എഫിഷ്യന്റ് ട്രേഡ്സ് ഡു നോട്ട് ഒക്കർ, അതായത് എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രേഡുകൾ നടക്കുന്നില്ല, വാണിജ്യ കച്ചവടങ്ങൾ നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് സോഷ്യൽ വെൽഫെയർ കുറയുകയാണ് ചെയ്യുന്നത്, സോഷ്യൽ വെൽഫെയർ ഡിക്രീസസ്. ദിസ് ലീഡ്സ് ടു മാർക്കറ്റ് ഇൻഎഫിഷ്യൻസി. അപ്പൊ ഇത് എന്തിലേക്ക് നയിക്കും, മാർക്കറ്റ് ഇൻഎഫിഷ്യൻസിയിലേക്ക് നയിക്കും. അടുത്തതെന്ന് പറയുന്നത് നീഡ് ഫോർ സിഗ്നലിംഗ് ആൻഡ് സ്ക്രീനിങ് ആണ്. ഓക്കെ, സിഗ്നലിങ്ങും സ്ക്രീനിങ്ങും കറക്റ്റായിട്ട് സിഗ്നൽ കൊടുക്കുകയും സ്ക്രീനിങ് ചെയ്ത് ഏത് ഗുഡാണ് നല്ലതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി. ടു റെഡ്യൂസ് അസിമെട്രിക് ഇൻഫർമേഷൻ, ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അസിമെട്രിക് ഇൻഫർമേഷൻ അവിടെ കുറയ്ക്കാൻ കഴിയും. സിഗ്നലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ബൈ ഇൻഫോംഡ് പാർട്ടി, ഇത് ആരാണ് സിഗ്നൽ ചെയ്യുന്നത്, ഇൻഫോംഡ് പാർട്ടി. ഇപ്പോൾ ഒരു കാർ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഓണർക്കാണ് ആ യൂസ്ഡ് കാറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉള്ളത്. അപ്പം ഓണർ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ അത് സിഗ്നലിംഗ് ആണ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത് എഡ്യൂക്കേഷൻ ആസ് എ സിഗ്നൽ ഓഫ് പ്രൊഡക്ടിവിറ്റി. അത് കൂടുതൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നേടുമ്പോഴത്തേക്ക് പ്രൊഡക്ടിവിറ്റി കൂടുന്നു. അത് എക്കണോമിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സ്പെൻസ് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് സ്ക്രീനിങ്, അതായത് അൺഇൻഫോംഡ് പാർട്ടിയാണ് ഇവിടെ സ്ക്രീനിങ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ബാങ്ക്സ് ചെക്കിംഗ് ക്രെഡിറ്റ് ഹിസ്റ്ററി. ഓക്കെ, ഒരു കസ്റ്റമർ ലോൺ എടുക്കാൻ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് ലോൺ കൊടുക്കുന്ന ഒരു പ്രക്രിയ. അപ്പോൾ അതാണ് സ്ക്രീനിങ്. അത് ബാങ്കിനാണല്ലോ അദ്ദേഹം തിരിച്ചടയ്ക്കുകയോ ഇല്ലയോ എന്നുള്ള അറിവുള്ളത്. അപ്പം ഈ ബാങ്കാണ് ഇവിടെ അൺഇൻഫോംഡ് പാർട്ടി. അപ്പോൾ അൺഇൻഫോംഡ് പാർട്ടിയാണ് ഇവിടെ സ്ക്രീനിങ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അഡീഷണൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്. അപ്പോൾ സ്ക്രീനിങ് ചെയ്യുന്നതിനൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇവിടെ വരുന്നു. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, നല്ല ശരിയായിട്ടുള്ള ഗുഡ് തന്നെ മേടിക്കാൻ കഴിയും. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിനെ പോലുള്ള ഏജൻസീസ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട വരുന്ന ഒരു അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടതുള്ള ഒരു ആവശ്യകത വരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഇംപ്ലിക്കേഷനിൽ വരുന്നത്. അടുത്ത ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റോൾ ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്. ഗവൺമെന്റ് ഇടപെടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പം ടു കറക്റ്റ് ഇൻഫർമേഷൻ പ്രോബ്ലംസ് ഗവൺമെന്റ് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇൻഫർമേഷൻ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും, റെഗുലേറ്റ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യാൻ കഴിയും. കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. എൻഫോഴ്സ് ഡിസ്ക്ലോഷർ നോംസ്. ഓക്കെ, അപ്പം ഡിസ്ക്ലോഷർ നോംസ് എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറിന്റെ, ഇപ്പോൾ ലോൺ എടുക്കാൻ വരുന്ന ആളിന്റെ ക്രെഡിറ്റ് വർത്തിനെസ് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ആ ഒരു എന്താണ് നിയമം വരുന്നത്. അത് പ്രൊവൈഡ് പബ്ലിക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത്. അപ്പോൾ ഇൻഫർമേഷൻ ഫെയിലിയർ ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ബൈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ റെഡ്യൂസ് ഇൻഫർമേഷൻ ഗ്യാപ്സ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻഫർമേഷന്റെ ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കുന്നതിന് നമ്മുടെ സെബി, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ,
ഉപയോഗിക്കുക. സെബിക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റോക്സ്, ഷെയർസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കറക്റ്റായിട്ട് പ്രോസസ് ചെയ്യാൻ സെബിക്ക് കഴിയുന്നുണ്ട്. അപ്പം ഇതിനൊരു ഉദാഹരണമാണ്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ്റെ ഉദാഹരണമാണ്. ഓക്കെ, ഇനി നമുക്ക് ഓവറോൾ മാക്രോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് നോക്കാം. അതായത് ഒരു എക്കണോമി മൊത്തത്തിൽ, മാക്രോ എക്കണോമി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൽ മൊത്തത്തിൽ ഈ ഒരു അസിമെട്രിക് ഇൻഫർമേഷൻ മൂലമുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളാണ് പറയാൻ പോണത്. ഒന്നാമത്തത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഒരു രാജ്യത്ത് ഉണ്ടാകും. സ്റ്റേബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കാതെ വരും. ലോവർ ഇൻവെസ്റ്റ്മെന്റ് വരും. നേരത്തെ പറഞ്ഞല്ലേ, ലോവർ ഇൻവെസ്റ്റ്മെന്റ് നടക്കാൻ സാധ്യതയുള്ള കാര്യം. അത് സ്ലോവർ എക്കണോമിക് ഗ്രോത്ത് സ്ലോവർ ആയിട്ട് വരും. പിന്നെ ക്രെഡിറ്റ് ഇൻഇക്വാളിറ്റി ഇൻ ആക്സസ് ടു ക്രെഡിറ്റ്. അപ്പം ക്രെഡിറ്റ് വർത്തി കസ്റ്റമേഴ്സും പിന്നെ ഫ്രോഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സും ഉണ്ടാവും. അപ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു ഇൻഇക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റിൻ്റെ ആക്സസ്, ലോൺ എടുക്കാനുള്ള ഒരു ആക്സസ് ഒരു ഈക്വൽ അല്ലാതെ വരും. പിന്നെ ഹയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഒക്കെ ഹയർ ആവും. ഓക്കെ, വേറെ അതായത് എന്താണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ല വരുമ്പോഴത്തേക്കും ആ ഒരു കോസ്റ്റ് ഹയർ ആവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ അസിമെട്രിക് ഇൻഫർമേഷൻ കൊണ്ട് മാക്രോ എക്കണോമിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് പറയാവുന്നത്, അസിമെട്രിക് ഇൻഫർമേഷൻ ലീഡ്സ് ടു അഡ്വേഴ്സ് സെലക്ഷൻ. ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇംപ്ലിക്കേഷനിൽ പറഞ്ഞതാണ്. അഡ്വേഴ്സ് സെലക്ഷൻ ഉണ്ടാവും, മോറൽ ഹസാർഡ് ഉണ്ടാവും, ക്രെഡിറ്റ് റേഷനിങ് ഉണ്ടാവും, ആൻഡ് മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവും. ഓക്കെ, കോസിങ് ഇൻഎഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തു പോകും. ഇത് എക്കണോമിക്ക് വളരെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, ആൻഡ് ജസ്റ്റിഫൈങ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആവശ്യമായിട്ട് വരും. അപ്പം അസിമെട്രിക് ഇൻഫർമേഷൻ മാക്രോ തലത്തിൽ, അതായത് രാജ്യത്തിന് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതാണ് എൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.